നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പം വളരെ പാഷനേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റീവ് കാണും, നമുക്കൊരു വലിയ വിഷൻ അപ്പുറത്ത് കാണും. ആ വിഷൻ നോക്കിയായിരിക്കും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. സോ ഇൻസ്റ്റന്റ് റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹമായാലും നമ്മുടെ ഫാമിലി ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഡൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഓക്കെ, അങ്ങനെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഡൗട്ട് പിന്നീട് നമ്മളുടെ റിലേഷൻഷിപ്സിൽ ബാധിക്കുകയും അത് പിന്നീട് ചിലപ്പോൾ നമ്മളോടൊരു ഒരു എന്താ പറയുക വിമർശനമായിട്ട് വരാം, ഒരു ക്രിറ്റിസിസം ആയിട്ട് വരാം. അതേപോലെ തന്നെ കുറേയൊക്കെ കഴിയുമ്പോഴേക്കും പലപ്പോഴും അപമാനിതരാകുന്ന സിറ്റുവേഷൻസ് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സോ ആ അപമാനത്തെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, എന്നെ ആ വ്യക്തി അപമാനിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പഴിചാരാം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഞാൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഒരു പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിലും തീരുമാനം എടുക്കാം. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കോ ആ പറഞ്ഞവർക്കോ യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല. ഇനി ആ പറഞ്ഞ ആളുകൾ പറഞ്ഞ കാര്യം നിങ്ങൾ റൈറ്റ് ആക്കി കൊടുക്കുകയാണ്, നിങ്ങളത് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുകയായിരിക്കും അപ്പോൾ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു അപമാനം ഉണ്ടായി, അത് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, ആ അപമാനത്തെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ എനർജി ആക്കി മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വർക്കിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പറഞ്ഞ ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്തത് തെറ്റാണെന്നും അവരുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ അയാളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് വരുന്ന ഒരു സ്റ്റേജസിലേക്ക് നിങ്ങൾക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ ഈ അപമാനത്തെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി മോട്ടിവേഷൻ ആക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്പീഡ് നന്നായിട്ട് കൂടുകയും നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അപമാനത്തിലൂടെ തന്നെയാണ് പോകുന്നത്, എല്ലാവരും പല കോണുകളിൽ നിന്ന് നിങ്ങളെ അപമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ സക്സസ് അധികം വിദൂരമല്ല. സക്സസ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അത് പിന്നെയും വലിയൊരു ജേർണി തന്നെയാണ്. നമ്മൾ പിന്നെയും 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 അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. അത് നമുക്ക് ഓരോ കാര്യങ്ങൾ പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ അപമാനത്തിന്റെ ഒക്കെ അടുത്ത ലെവൽ, ഈ ഒബ്സ്റ്റക്കിൾ നിങ്ങൾ താണ്ടുന്ന നിമിഷം നിങ്ങൾ എത്തിച്ചേരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ വിഷനിലേക്കായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ബോധ്യമാക്കി നിങ്ങളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കുക. ഇതൊരു ബോധ്യമായിട്ട് തന്നെ ഇരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപമാനത്തിന് നിങ്ങളെ തകർക്കാൻ പറ്റും, ഈ അപമാനത്തിന് നിങ്ങളെ വളർത്താനും പറ്റും. ചോയ്സ് നമ്മളുടെ ഓരോരുത്തരുടേതുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തകരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാം. സോ ഡിസൈഡ്. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഡിസൈഡ്. നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഡെസ്റ്റിനേഷൻ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അവിടേക്ക് എത്തിച്ചേരുന്നതിന്റെ ആ ഒരു എനർജി, അതിന്റെ ലഹരി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വേറെ ആർക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തുമില്ല. സോ ആ ലഹരിയിലേക്ക് എത്തിച്ചേരാൻ, ആ ഒരു വലിയ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മോട്ടിവേഷൻ ആക്കി വേണം നിങ്ങൾ ഓരോ അപമാനത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട്. തളർന്നു പോകാനുള്ളതല്ല. യു ആർ എ വാരിയർ, അല്ലെ? നമ്മൾ ഓരോരുത്തരും ഒരു വാരിയർ ആയിട്ട് തന്നെ നിൽക്കണം. ഫൈറ്റ് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫിന് യാതൊരുവിധ ഇൻട്രസ്റ്റും കാണൂല, ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓരോ ഒബ്സ്റ്റക്കിൾസ് താണ്ടി അച്ചീവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് തന്നെ നമ്മളോട് ഒരു ബിലീഫ് ഉണ്ടാകുന്നത്. ഓക്കെ, ഐ എം കോൺഫിഡന്റ്, ഐ എം ഏബിൾ ടു ഡു സംതിങ്, ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോ വട്ടം പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ ഒബ്സ്റ്റക്കിൾസ് ആണ്. നമ്മളുടെ സക്സസിനേക്കാൾ ഉപരി നമ്മളുടെ ഓരോ ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ താണ്ടി പോകുമ്പോഴാണ് നമ്മൾ കേപ്പബിൾ ആണെന്നുള്ള വിശ്വാസം നമ്മളിൽ തന്നെ നമുക്ക് ഊട്ടിയുറപ്പിക്കാനായിട്ട് പറ്റുന്നത്. സോ ഓരോ അപമാനത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ എന്തിനേലും വേണ്ടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, ആ അപമാനം എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു കാറ്റലിസ്റ്റ് ആക്കി, ഒരു മോട്ടിവേഷൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും എന്ന്
ഞാൻ ഇവിടെ പറയുകയാണ്. ഇത് പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സമയങ്ങളിൽ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ വിഷനെ, നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കി തീർക്കും. ഓൾ ദി ബെസ്റ്റ്.